അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1410. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, കഫാ ബിൽ മർഇ കദിബൻ, ഒരു മനുഷ്യൻ കളവ് പറയുന്നവനാവാൻ മതി, ഐ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, അവൻ കേട്ടതൊക്കെ പറയുക എന്നുള്ളത്. കേട്ടതൊക്കെ പറയാനുള്ളതല്ല. ഏതൊരു കാര്യം നമ്മൾ പറയുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്നതാണ്. കാണുമ്പോഴേക്ക് നമ്മൾ ഷെയർ ചെയ്യും. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ക്ലാരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു കാര്യം നമ്മൾ ഔട്ട് ചെയ്യാവൂ. അത് ഉറപ്പാണോ, സത്യമാണോ, അതിൻ്റെ എല്ലാം മനസ്സിലാക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഷെയർ ചെയ്യാവൂ. മറ്റുള്ളവരിലേക്ക് കൈമാറണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി എന്താണ് നമ്മൾ അറിയണം. അല്ലാതെ കേട്ടതൊക്കെ അങ്ങ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്കാണ് എത്തുക. അവൻ കള്ളനായി മാറും. അത് മറ്റുള്ളവർക്ക് ആരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ കുറ്റം ഇവന് ലഭിക്കും. അപ്പോൾ അവൻ കളവ് പറയുന്നവനാകാൻ കേട്ടതൊക്കെ പറയുക എന്നുള്ളത് അവൻ കള പറയുന്നവൻ മതി എന്നാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള വിഷയമാണിത്. വളരെ വ്യാപകമായി നടക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ ഏതൊരു കാര്യം അത് ക്ലാരിഫിക്കേഷൻ ചെയ്യാതെ നമ്മൾ ഔട്ട് ചെയ്യരുത്, അത് ഷെയർ ചെയ്യരുത്. കാര്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അല്ലാഹു തആല ഇതെല്ലാം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സൂക്ഷ്മമായി ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.